പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും പ്രാവശ്യം സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. കർത്താവിന് സ്തോത്രം. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ പ്രിയ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ പ്രേക്ഷകരെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോന്നിനും മക്കളെ അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം വ്യാപരിക്കണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ വിശ്വസ്തനാകിയാൽ സ്തോത്രം. സകലമാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ കടപ്പിക്കുന്നു. വൻ കാര്യങ്ങൾ അവിടുന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ സുശീല ജെയ്സനാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ സിസ്റ്റർ, നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത് അല്ലയോ? അതെ. ഓക്കെ. നമ്മുടെ നാട്ടിലെവിടെ ജനിച്ചു വളർന്നേ, അതൊക്കെ ഒന്ന് പറയാം. പ്രൈസ് ലോർഡ്. കർത്തൃദാസനും ദാസിക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. ഞങ്ങള് മാതാപിതാക്കൾ 6 മക്കൾ ചേർന്ന ഒരു വലിയ കുടുംബമാണ്. പപ്പ കർഷകനായിരുന്നു. 5 പെൺമക്കളും 1 മകനും. അതില് 6ാമത്തെ മകളാണ് ഞാൻ. വീട്ടിലേറ്റവും ഇളയാളായിട്ട് ജനിച്ചു വളർത്തപ്പെട്ടു. ചെറുപ്രായം മുതലേ വളരെ കഷ്ടതകളും വേദനകളും ഭാരങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവകൃപയാൽ നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ കർത്താവ് കൃപ തന്നു. ആത്മിക ശുശ്രൂഷകളുമായിട്ടുള്ള ബന്ധത്തിലാണ് അല്ലേ ദൈവദാസി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ പാസ്റ്ററെ. അതെ. അപ്പോൾ അങ്ങനെ ശുശ്രൂഷയിലേക്ക് വരാനുള്ള അനുഭവങ്ങളുണ്ട്. ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധിയുടെ അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കിന്ന് സിസ്റ്ററിൽ നിന്ന് കേൾക്കണം. ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് കേൾക്കണം. അപ്പോൾ എവിടുന്ന് തുടങ്ങുന്നത്? ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങാം അല്ലേ? അതെ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ സിസ്റ്റർക്ക് പറഞ്ഞു തുടങ്ങാം. അതെ, സിസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി മുന്നോട്ട് പോകാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഒരു PYP ക്യാമ്പ് നടക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ കർത്താവിനെ സ്പർശിച്ചു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു. അതിനുശേഷം ആ ക്യാമ്പിൽ തന്നെ പങ്കെടുത്ത ഒരു 10-12 യൂത്ത് സ്നാനപ്പെടുന്ന സമയത്ത് എനിക്കും സ്നാനപ്പെടുവാൻ ദൈവം കൃപ തന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഈ മിഷൻ ചലഞ്ച് മെസ്സേജുകൾ കേൾക്കുമ്പോൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള പല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഒരു മിഷണറിയായി മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നാൽ മിഷൻ വർക്ക് വലിയ ഇഷ്ടമാണ്. എന്താന്ന് ചോദിച്ചാല് എനിക്ക് പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ച് എന്നെ പോലെ കഷ്ടപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളെ സഹായിക്കണം. കാരണം ഈ സ്കൂള് തുറക്കുന്ന സമയത്ത് ഒരുപാട് കഷ്ടത ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അന്നേരം ഗവൺമെന്റ് സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിലാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. പക്ഷെ ബുക്സ്, ടെക്സ്റ്റ് വാങ്ങാൻ തന്നെ അന്നേരം ആ സ്കൂള് തുറക്കുന്ന സമയത്ത് ഒരുപാട് കഷ്ടതകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഏക ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി സമ്പാദിച്ച് ഒരു വിവാഹം കഴിക്കണം. പക്ഷെ പാസ്റ്റർ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും വലുതായിട്ടില്ലായിരുന്നു. എന്നാൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യണം, അതിന് നല്ല രീതിയിൽ സഹായിക്കണം, ആ രീതിയിലൊരു മനസ്സുണ്ടായിരുന്നു. അങ്ങനെ ദൈവകൃപയാൽ പഠിച്ചു. ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. BEd കഴിഞ്ഞു. അത് കഴിഞ്ഞ് PG കംപ്ലീറ്റ് ചെയ്തു. ചെറിയൊരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിവാഹാലോചനകൾ കടന്നു വന്നു. അപ്പോ മലപ്പുറത്ത് ന്യൂ ഹോപ്പ് ബൈബിൾ കോളേജിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ പഠിപ്പിക്കുമായിരുന്നു. അവിടുന്ന് ബന്ധുജനങ്ങളിലൂടെ ആലോചന കടന്നു വന്നു. കണ്ട് തമ്മിൽ ഇഷ്ടപ്പെടുകയും 2 ഫാമിലി ആലോചിച്ച് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പിതാവ് കഴിയുന്ന രീതിയിലൊക്കെ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. ദൈവകൃപയാൽ നല്ല രീതിയിൽ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം വിത്തിൻ 3 months ഞങ്ങളുടെ ലൈഫിൽ ടോട്ടലി റൂട്ട് അങ്ങ് മാറി. ഞങ്ങൾ കടന്നുപോയത് ഡെറാഡൂണിലേക്കായിരുന്നു. വൈവോമിന്റെ ഒരു ടീച്ചിങ്ങിനോടുള്ള ബന്ധത്തിൽ യൂത്ത് വിത്ത് എ മിഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അതുമായിട്ടുള്ള ബന്ധത്തിൽ ടീച്ചിങ്ങിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ UP-യിലേക്ക് കടന്നുപോയി. അവിടെ വളരെ സന്തോഷമായിട്ട്
വൈവോമിലെ ടീച്ചിങ്ങും അവിടെ ട്രൈബൽ മിനിസ്ട്രി, യൂത്ത് മിനിസ്ട്രി അങ്ങനെയൊക്കെ ചെയ്തു വരവേ മൂത്ത കുഞ്ഞിന്റെ പ്രഗ്നൻസി ടൈമിൽ അടിയന് ചിക്കൻ ബോക്സ് നേരിട്ടു. 23 ദിവസം ബെഡ്ഡനായി കഴിയേണ്ട ഒരു അവസ്ഥ കടന്നു വന്നു. 7 മാസം കംപ്ലീറ്റ്, 7 മാസത്തിന്റെ. അപ്പൊ അവിടെ നല്ല ഡോക്ടേഴ്സിന്റെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ദൈവകൃപയാൽ ലഭിച്ചു. അമ്മയും കുഞ്ഞും നഷ്ടപ്പെടേണ്ട സ്ഥാനത്ത് ദൈവം അങ്ങനെ ഒന്നും വരുത്താതെ രണ്ടുപേരെയും ദൈവം സൂക്ഷിച്ചു. ട്രിവാൻഡ്രത്ത് മാതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഡെലിവറിക്ക് ശേഷം 5 മാസങ്ങൾ കഴിഞ്ഞ് പിന്നെയും ഡെറാഡൂണിലേക്ക് തന്നെ കടന്നുപോയി. കുഞ്ഞിന് ഏകദേശം ഒരു 2 വയസ്സ് വരെ ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് വാരണാസിയിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു. അവിടെ വാരണാസിയിലേക്ക് പോകാൻ ഹസ്ബൻഡിന്റെ അമ്മ വേണ്ടാന്ന് പറയുകയും ഞങ്ങൾ കുഞ്ഞുമായി നാട്ടിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും പിന്നെ താളപ്പിഴകൾ മാത്രമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ പെട്ടെന്നുള്ള വേർപാടിന്റെ ആ സമയം വരെ പിന്നെ ഞങ്ങൾക്ക് ഒരിടത്തും സ്റ്റഡി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ തുടരുവാൻ കഴിഞ്ഞില്ല, ചുരുക്കി പറഞ്ഞാൽ. അതിനുശേഷം ദൈവത്തിന്റെ കൃപയാല് ഒരു 6-7 വർഷം ചെന്നൈയിൽ മിനിസ്റ്റർ ചെയ്യാൻ ദൈവം സഹായിച്ചു. സഭാ മിനിസ്ട്രിയും ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടില് രണ്ടുപേരും സ്റ്റാഫായിട്ട്, എനിക്കും ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം പിന്നെ ഒരു പെൺകുഞ്ഞിനെ കൂടെ ദൈവം ദാനമായി തന്നു. വളരെ സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ പിന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് കടന്നു വന്നു. 2008 കേരളത്തിലേക്ക് കടന്നു വന്നു, കോട്ടയത്ത് കടന്നു വന്നു. അവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇതിനിടയിൽ 2007 ഞങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടി ഒക്കെ ഞങ്ങൾക്ക് നഷ്ടമായി. ഞങ്ങള് ചെന്നൈയിലായിരിക്കുന്ന സമയം ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് എല്ലാം വിചാരിച്ചത്. 2008 ജനുവരി മുതൽ ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാനും ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുവാനും ഒക്കെ ദൈവം സഹായിച്ചു. 2008 കർത്താവിന്റെ ഒരു പ്രത്യേക ഗൈഡൻസ് പ്രകാരം ഞങ്ങൾ കോട്ടയത്തേക്ക് കടന്നുപോയി. കോട്ടയം വടവാതൂർ ആസ്ഥാനമാക്കി താമസിക്കുകയും പാമ്പാടി ക്രോസ് റോഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 വർഷം വർക്ക് ചെയ്തു. പുതുപ്പള്ളി സോഫിയ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2015 ജോലി റിസൈൻ ചെയ്ത് ബാംഗ്ലൂരിൽ വരേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. 2013 മുതൽ ദൈവശബ്ദം നിരന്തരമായി കേൾക്കുന്നുണ്ടായിരുന്നു. കുടുംബമായിട്ടൊരു മിനിസ്ട്രി ഉണ്ട്, പക്ഷെ അത് മിനിസ്ട്രി കേരളത്തിന് പുറത്താ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റിംഗ് പ്രയറിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2015 പുതുപ്പള്ളിയിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കോട്ടയം വടാവതുര APC എബനേസർ സഭയിൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയം ഞാൻ അവിടെ പുതുപ്പള്ളി സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവ് എടുത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കും. അന്നേരം 2015 ജൂലൈ ലാസ്റ്റ് ഡേയ്സില് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. കണ്ണുനീരോടെ ദൈവസ്ഥനിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഫാസ്റ്റിങ്ങിന്റെ 40 തീരുന്നതിന് മുമ്പ് ദൈവം വ്യക്തമായ മറുപടി തരുമെന്ന് ദൈവാത്മാവ് ഇടപെട്ടു. അങ്ങനെ ദൈവസ്ഥനിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം 36-ാം ദിവസം ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു. നീ ചെയ്യുന്ന ജോലി നീ കണ്ടിന്യൂ ചെയ്യത്തില്ല. ദൈവ ശബ്ദം കേട്ട് ദൈവസ്ഥനിൽ സമർപ്പിച്ച് ഇറങ്ങിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിടുമെന്ന്. അതിനു മുമ്പ് 2015 മെയ് മാസം ഞാൻ കോട്ടയത്ത് മൂലേട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു ക്യാൻസർ പേഷ്യന്റ് അമ്മച്ചി പെട്ടെന്ന് എൻ്റെ ചെവിയിൽ വന്ന് ഇങ്ങനെ ദൈവശബ്ദം മന്ത്രിച്ചു, നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഈ വർഷം കണ്ടിന്യൂ ചെയ്യത്തില്ല, ദൈവം നിന്നെ വിളിച്ചിറക്കും, നീ സമർപ്പിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ദൈവസേനയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. മോൻ 9th സ്റ്റാൻഡേർഡിലോട്ട് കയറി, മോള് 6th സ്റ്റാൻഡേർഡിലോട്ട് കയറി. ഹസ്ബൻഡ് മിനിസ്ട്രിക്ക് നോർത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ പോയി വരുക. ഞാനും കുഞ്ഞുങ്ങളും കോട്ടയത്ത് മിക്കവാറും തനിയാ താമസിക്കുന്നു. അങ്ങനെ വളരെ പ്രതിസന്ധികൾ, വളരെ പ്രതികൂലങ്ങളൊക്കെ അനുഭവിച്ച പ്രൈവറ്റ് സ്കൂളിലെ ജോലിയാണ്, കുറച്ച് ശമ്പളമേ ഉള്ളൂ. ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യയിൽ എല്ലാം പോയിട്ട് വരുമ്പോ ഒന്നും കയ്യിൽ കാണാറില്ല. ഒത്തിരി ഭാരങ്ങൾ വേദനകളൊക്കെ അനുഭവിച്ചു വരുന്ന സമയത്ത് ഈ ഒരു ദൈവശബ്ദം കൂടി ആയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടു. അവസാനം 2015 ഓഗസ്റ്റ് 1 ഞാൻ ജോലി റിസൈൻ ചെയ്യേണ്ട ആ ഒരു പിൻ പോയിന്റിൽ ദൈവം എന്നെ കൊണ്ട് നിർത്തി. ഓഗസ്റ്റ് മാസം 1, 2, 3, 4 ലാസ്റ്റ് 4 days ഞാൻ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് ഉപവാസം ഇരുന്ന ലാസ്റ്റ് ദിവസങ്ങൾ ദൈവസേനയിൽ അങ്ങിരുന്നു. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ ദൈവസേനയിൽ അങ്ങിരുന്നു.
കാരണം അതുപോലത്തെ മാനസിക സംഘർഷങ്ങളിൽ കൂടെ ദൈവം എന്നെ കടത്തിവിട്ടു. മോൻ 9th അഡ്മിഷനായി, ഒരു 3 months ക്ലാസ് കഴിഞ്ഞു. മോള് 6th കയറി. ICSE സിലബസ് ആണ്. പിന്നെ വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. ഇതിനൊന്നും ചിന്തിക്കാതെ ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് ഓഗസ്റ്റ് 1-ാം തീയതി ഞാൻ മക്കളുടെ കയ്യിൽ റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തയച്ചു. ഹസ്ബൻഡ് കൂടെയില്ല. ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം മക്കളുടെ TCക്ക് ഞാൻ അപ്ലിക്കേഷൻ എഴുതി കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തയച്ചു. സ്കൂളിൽ നിന്ന് അവിടെ എന്നെ ഒത്തിരി അവർ ട്രൈ ചെയ്യുന്നുണ്ട് വിളിക്കാൻ വേണ്ടി. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ 4 ദിവസവും ഉപവാസത്തോടെ ഇരുന്ന് ആ ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് ആ മാസത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു ലാൻഡ്, ഞങ്ങളുടെ പപ്പ കൃഷിക്കാരനെ, എൻ്റെ പപ്പ എനിക്ക് തന്ന ചെറിയൊരു ലാൻഡ് വിറ്റ് ആ പൈസയും കയ്യിലെടുത്ത് അവിടുത്തെ സ്കൂളിലെ ഫീസ് കംപ്ലീറ്റ് പേ ചെയ്തെങ്കിലേ TC തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ 1 വർഷത്തെ ഫീസ് കംപ്ലീറ്റ് പേ ചെയ്തെങ്കിലേ ഇവിടെ അഡ്മിഷൻ തരത്തുള്ളൂ. ഏകദേശം 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എൻ്റെ പപ്പ എനിക്ക് തന്ന ചെറിയൊരു ലാൻഡ് ആകെ 4 lakhs തികച്ചു കിട്ടിയിട്ടില്ല. വിറ്റിട്ട് ഞങ്ങൾ ആ പൈസയുമായി അവിടുത്തെ ഫീസ് ക്ലിയർ ചെയ്തിട്ട് ബാംഗ്ലൂരിലേക്ക് കടന്നു വരികയായിരുന്നു. ദൈവം ആ സമയത്തൊക്കെ അഡ്മിഷനൊക്കെ ഒരുപാട് ഞങ്ങൾ ഇവിടെ ഭാരപ്പെട്ടു. പക്ഷെ ആ സമയത്തൊക്കെ ദൈവം അത്ഭുതമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അന്ന് വടവാതിര എബനേസർ IPC സഭയിലെ പാസ്റ്റർ CI പത്രോസ് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ ധൈര്യമായിട്ട് ടീച്ചർ പൊക്കോ, ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ദൈവശബ്ദത്തിന് സറണ്ടർ ചെയ്തല്ലേ റിസൈൻ ചെയ്തിട്ട് കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ എല്ലാം ദൈവം ക്രമീകരിക്കും, ദൈവം ആവശ്യമായ എല്ലാ നന്മകളെയും തരും, ദൈവം നടത്തും എന്നുള്ള ഒറ്റ വാക്കിനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളെ അയച്ചു. ഇവിടെ കടന്നു വന്ന് നെക്സ്റ്റ് ഓഗസ്റ്റ് ഏകദേശം 16 ആയപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്കൂള്, 2-3 സ്കൂളൊക്കെ തേടി പിടിച്ചു. ഒരു ICC സ്കൂള് കണ്ടുപിടിച്ചു. അവിടെ കുഞ്ഞുങ്ങൾക്ക് എൻട്രൻസ് എക്സാം അവരെ എഴുതിച്ചു. ഞാനും മക്കളും ആദ്യമായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂർ വരെ യാത്ര ചെയ്ത് വന്നു. അപ്പൊ ബാംഗ്ലൂരിൽ ഒരു മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കുറച്ചു നാൾ ഇവിടെ ആയിരുന്നു. ഞങ്ങളെ വന്ന് സ്വീകരിക്കുകയും ആ സ്കൂളിലേക്ക് കൊണ്ടുപോയി കുഞ്ഞുങ്ങളുടെ എൻട്രൻസ് എക്സാം എഴുതി. ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 2-3 ഡേയ്സിനകത്ത് അവർ ഞങ്ങളോട് അന്ന് തന്നെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് കടന്നുപോയി. അവർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു കുഞ്ഞുങ്ങൾ സെലക്റ്റഡ് ആയി. അടുത്ത ഒരാഴ്ചക്കകം ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഓഗസ്റ്റ് 30 മുന്നേ ഇവിടെ വന്ന് ഒരു വാടക വീടെടുത്ത് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ദൈവം സഹായിച്ചു. 2015 ഓഗസ്റ്റ് മാസത്തിൽ ദൈവത്തിന്റെ പ്രത്യേക ആലോചന പ്രകാരം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. ചില മാസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ആയിരുന്നു. ഞങ്ങൾ എങ്ങോട്ട് പോകണം, മിനിസ്ട്രിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ ഭാരപ്പെടുന്ന സമയത്ത് അടുത്തുള്ള ഒരു കർത്തൃദാസിനെ പരിചയപ്പെടുകയും IPCയിൽ ഒരു പാസ്റ്റർ പരിചയപ്പെട്ടു. അദ്ദേഹം അവരുടെ സെൻട്രൽ പാസ്റ്ററുടെ അടുത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സഭ തരാനായിട്ട് അവർക്കില്ല. ഞങ്ങളോട് നന്നായി വ്യക്തമായിട്ട് സംസാരിച്ചു. ഞങ്ങളെ ഇഷ്ടമായ ജോലി റിസൈൻ ചെയ്ത് വന്നു. 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. ഞങ്ങൾ അല്പ പൈസ എടുത്ത് ഒരു റെന്റ് ഹൗസ് വാടകയ്ക്ക് ഞങ്ങൾ എടുത്തു. ഞങ്ങൾ ഒരു ചെറിയ 2 വീലർ സെക്കൻഡ് ഹാൻഡ് മേടിച്ചു. കുഞ്ഞുങ്ങളുടെ ഫീസൊക്കെ ചെയ്തു. വളരെ കുറച്ച് പൈസ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അന്നേരം അദ്ദേഹം പാസ്റ്റർ NC ഫിലിപ്പ്, ബാംഗ്ലൂർ നോർത്ത് സെൻട്രൽ IPC സെൻട്രൽ പാസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, എലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ ഒരു സ്ലം മിനിസ്ട്രി, അവിടെ ഒരു പാസ്റ്റർ 5-6 വർഷം പ്രവർത്തിച്ച ഒരു സ്ഥലമായിരുന്നു. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ചെറിയ ഒരു റൂം 2000 രൂപ വാടകയ്ക്ക് എടുത്ത് രക്ഷിക്കപ്പെടാത്ത ഒരു പിതാവും 3 കുഞ്ഞുങ്ങളും മാത്രമേ അവിടെ പ്രാർത്ഥനയ്ക്കായി വരുന്നുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചു. നിങ്ങൾ പോയി പ്രവർത്തിക്ക്, നിങ്ങൾക്ക് വാടകയ്ക്കുള്ള സപ്പോർട്ട് ഞങ്ങളോട് തരാമെന്ന് പറഞ്ഞു. 5000 റുപ്യായിരുന്നു അന്ന് വാടക. അപ്പൊ ഞങ്ങൾക്ക് അത് തന്നു. ഞങ്ങൾ അവിടെ പോയി ഒരു 6 മാസം ശരിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ടു. 30-35 രൂപ മാത്രം സൺഡേ ഞങ്ങൾക്ക് സ്തോത്ര കാഴ്ചയായി ലഭിക്കും. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അവിടെ ആ പ്രവർത്തന സ്ഥലം. വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടെ കടന്നുപോയി. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ഞങ്ങളുടെ കയ്യിൽ അല്പമായി ഉണ്ടായിരുന്ന നന്മകളൊക്കെ ഞങ്ങളിങ്ങനെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ചെലവാക്കി. അതും പൈസ തീരാറായി.
ഏകദേശം 6 മാസം വളരെ ത്യാഗപൂർണമായി ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചു വരുന്ന സമയത്ത് അവിടെ പിരിഞ്ഞു പോയവരും ഈ പ്രാർത്ഥന അറിഞ്ഞുമൊക്കെ ഓരോ പ്രിയപ്പെട്ടവരായി അവിടെ കടന്നു വരുവാൻ തുടങ്ങി. ഏകദേശം 6 മാസമായപ്പോൾ ഒരു 50 to 60 പേര് കൂടി വരുന്ന ഒരു പ്രവർത്തനമായത് മാറി. ഞങ്ങൾ ആ വാടകയ്ക്ക് എടുത്ത ചെറിയ റൂമില് ഇരിക്കാൻ സ്ഥലമില്ലാതെ വണ്ണം ദൈവം ആത്മാക്കളെ കൊണ്ട് നിറച്ചു. അങ്ങനെ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ തന്നെ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുവാനിടയായി. ദൈവകൃപയാൽ നല്ല രീതിയിൽ പ്രാർത്ഥന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ആ ഒരു വർഷത്തിനകം 9 പേര് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 9 പേര് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. പിരിഞ്ഞുപോയ ഓരോ ആത്മാക്കളായിട്ട് കടന്നു വന്നു. ദൈവകൃപയാൽ വളരെ അനുഗ്രഹമായി കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ ആ പ്രാർത്ഥന നടത്തുന്ന റൂമിൽ സ്ഥലം പോരാതെ വന്നിട്ട് അവിടെ ലോക്കൽ ലീഡേഴ്സിനെല്ലാം ഞങ്ങൾ പോയി കണ്ടു. ഇപ്പോ കർണാടക സ്റ്റേറ്റിന്റെ ഇപ്പോഴത്തെ CM ആയിരിക്കുന്ന DK ശിവകുമാറിന്റെ റെസിഡൻസിൽ ഞങ്ങൾ കടന്നു ചെന്നു. ലോക്കൽ ലീഡേഴ്സ്, JDS ലീഡേഴ്സിന്റെ വീട്ടിൽ ഞങ്ങൾ കടന്നു ചെന്നു. BJP ലീഡേഴ്സിന്റെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വേണം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കയറിറങ്ങി, ഒരുപാട് കഷ്ടപ്പെട്ടു. ലാസ്റ്റില് ഇപ്പോഴത്തെ CM ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു 14 ഏക്കർ സ്ഥലം അവിടെ യലഹങ്കയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ലാൻഡ് ടേക്ക് കെയർ ചെയ്യുന്ന ആ മനുഷ്യനെ അവിടുത്തെ ലോക്കൽ ആൾക്കാരുമായിട്ട് ഞങ്ങൾ പോയി ചെന്ന് കാണുകയും ഞങ്ങൾക്ക് 5 വർഷത്തേക്ക് ഒരു ഷെഡ് പണിയാനുള്ള സ്ഥലം അവര് അലോട്ട് ചെയ്ത് തന്നു. ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അവിടെ ഷെഡ് പണിതു. അനേക ദൈവമക്കളുടെ കൊച്ചു കൊച്ചു സഹായങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഷെഡ് പണിതു. ദൈവമക്കൾ അവിടെ ആരാധിച്ചു വരവേ അവിടുത്തെ ലോക്കൽ BJP പീപ്പിൾ ഞങ്ങളെ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് കടത്തിവിട്ടു. ഗവൺമെന്റിൽ അവര് കംപ്ലൈന്റ് ചെയ്തു വന്ന് BJP ആയിരുന്നു. ലോക്കൽ ലീഡേഴ്സ് എല്ലാം BJP ആയിരുന്നു. ബജരംഗദൾ, DSS ഒക്കെ അവിടെ ഭയങ്കര ശക്തമായിട്ട് ക്രിസ്ത്യാനികൾക്ക് പ്രതികൂലമുള്ള ഏരിയയാണ്. 500 മീറ്ററിനിടയ്ക്ക് 2 വലിയ അമ്പലങ്ങളുണ്ട്. വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി. ഞങ്ങളുടെ ആദ്യത്തെ ഷെഡ് അവർ ഡെമോളിഷ് ചെയ്തു. ഞങ്ങൾ വളരെ 2018 ഞങ്ങൾ വളരെ ഭാരത്തിലൂടെ നിരാശയിലൂടെ ഒക്കെ കടന്നുപോയി. കുറെ ദിവസം പിന്നെയും വിശ്വാസ ഭവനത്തിൽ അവരുടെ കിച്ചണിൽ പോലും ആൾക്കാരിരുന്ന് ആരാധിക്കുന്ന രീതിയിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. 2019 രണ്ടാമത് പിന്നെയും ഞങ്ങൾ ഷെഡ് പണിതു. എല്ലാ ലീഡേഴ്സിന്റെയും വീട്ടിൽ പോയി ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ച് രണ്ടാമതും ഷെഡ് പണിതു. രണ്ടാമത്തെ പ്രാവശ്യവും വളരെ കുറച്ച് മാസങ്ങൾ മാത്രം ആരാധിക്കുന്ന സമയത്ത് 2019 പിന്നെയും അവിടുത്തെ BBMP, ഇവിടുത്തെ കോർപ്പറേഷൻ പോലെ അവരുടെ അടുത്ത് പോയി BJP-ക്കാര് കംപ്ലൈന്റ് ചെയ്തിട്ട് ശബ്ദമാണെന്നും കുറെ കംപ്ലൈന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ആ ദേശത്ത് ഞങ്ങൾ ആന്റി കൺവെൻഷൻ നടത്തുന്നത് പോലെയൊക്കെ അങ്ങനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ കംപ്ലൈന്റ് ചെയ്ത് രണ്ടാമത് ഞങ്ങളുടെ ഷെഡ് പൊളിച്ചു. 2019 ഡിസംബറോടുകൂടെ കൊറോണ, ഫെബ്രുവരി, മാർച്ച് ആയപ്പോ ലോക്ക്ഡൌൺ ആയി. ലോക്ക്ഡൌണിലൊക്കെ ഞങ്ങള് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ഭാരപ്പെട്ടു. 2 പ്രാവശ്യം ഞങ്ങളുടെ ഷെഡ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞു. കൊറോണയുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞു. ഏകദേശം ജൂലൈ, ഓഗസ്റ്റ് ആയപ്പോൾ ജൂൺ മാസത്തിൽ പിന്നെ മൂന്നാമത് എല്ലാ ലീഡേഴ്സിനോടും പോയി എല്ലാവരുടെ കംപ്ലീറ്റ് പെർമിഷനോടുകൂടെ JDS, BJP, കോൺഗ്രസ് എല്ലാ ലീഡേഴ്സിന്റെ കംപ്ലീറ്റ് പെർമിഷനോടുകൂടെ ഞങ്ങൾ മൂന്നാമത് ഷെഡ് വളരെ അനുഗ്രഹമായിട്ട് പണിതു. ഏകദേശം 2,10,000 രൂപ എക്സ്പെൻസില് പകുതി ചുവര്, അതിന്റെ മേലെ ഷീറ്റ്, പിന്നെ റൂഫ് ഷീറ്റ്, അങ്ങനെ വളരെ നന്നായിട്ട് ഷെഡ് പണിതു. ഈ ഷെഡ് പണിയുന്ന കാര്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ രാവിലെ 8 മണിയായപ്പോ 8 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പ്രവർത്തന സ്ഥലത്തേക്ക് കടന്നു ചെല്ലും. ഏകദേശം 9 മണി, 8:30 ഞങ്ങൾ അവിടെ ചെന്നാൽ 9 മണിക്ക് അവിടുത്തെ വർക്ക് ആരംഭിക്കും. ഒരു മേസ്ത്രിയെ ഞങ്ങൾക്ക് ലഭിച്ചാൽ ലഭിച്ചോ, ഇല്ലെങ്കിൽ ഇല്ല. കാരണം അവിടുത്തെ ലോക്കൽ പീപ്പിള് അവിടെ ജോലി ചെയ്യാൻ പോലും ആളെ വരാൻ വിടത്തില്ല. മിക്കവാറും അവിടുത്തെ മേസ്ത്രിക്ക് ഹെൽപ്പർ എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ തന്നെ ആയിരിക്കും. പിന്നെ സിമെന്റും മണലും എല്ലാം കുഴച്ചു വെക്കും. അത് എടുത്തു കൊടുക്കുന്ന ജോലി മിക്കവാറും എനിക്കായിരിക്കും. പിന്നെ ഒരു ചായ ഇട്ട് ഈ ജോലിക്കാർക്ക് കൊടുക്കണമെങ്കിൽ അവിടുത്തെ ഹിന്ദു ഭവനങ്ങളിൽ ഞാൻ കയറി ഇറങ്ങണം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. അവിടെ അടുത്ത് കുറച്ച് വിശ്വാസ ഭവനങ്ങളുള്ളവരെല്ലാം ചെറിയ ചെറിയ കൂലിവേലയ്ക്കും ഗാർമെന്റ്സിലൊക്കെ ജോലിക്ക് പോകുന്നവരാ. സ്കൂളിൽ വിട്ടേച്ച വീടുകളിൽ ആരും കാണത്തില്ല. ഞാൻ എത്രയോ ദിവസം ഹിന്ദു ഭവനങ്ങളില് പാലും കൊണ്ടുപോയിട്ട് പഞ്ചസാരയും ടീ ലീഫും കൊണ്ട് എനിക്കൊന്ന് ചായ ഇട്ട് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ തിക്ത അനുഭവങ്ങൾ. അന്നേരം ഉള്ളിൽ കരഞ്ഞുകൊണ്ട് അവിടെയൊക്കെ കടന്നു പോകും. എന്നാൽ അവരാരും നോ പറഞ്ഞിട്ടില്ല. എഗൻസ്റ്റ് ആണ്. എന്നാലും ചായ
ചായ ഉണ്ടാക്കി തരത്തില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ 2020 കൊറോണയുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞു. ഞങ്ങളുടെ 3ാമത്തെ ഷെഡ് പണിയും കഴിഞ്ഞു. ഓഗസ്റ്റ് 20 ഒരു 2-3 ആരാധനയെ 3ാമത്തെ ഷെഡ് നടത്തിയുള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ 3ാമത്തെ ഷെഡും BJP-ക്കാരുടെ ഡെമോളിഷ് ചെയ്തു. ആ സമയം ഞങ്ങൾ വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി, വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി. അതിനിടയിൽ ആദ്യത്തെ ഷെഡ് ഡെമോളിഷനിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ഭാരപ്പെടുകയും വേദനപ്പെടുകയും ഒക്കെ ചെയ്തു. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾ ആ ഷെഡ് അവിടെ പണിതത്. ഞങ്ങൾക്ക് സ്വന്തമെന്ന് ഒരു കാൽസെന്റ് ഭൂമി പോലും ഇല്ല. എനിക്കുണ്ടായിരുന്നത് അതും നഷ്ടപ്പെട്ടു. ഹസ്ബൻഡിന്റെ ഫാമിലി പ്രോപ്പർട്ടി അതും അവര് ബ്രദറും സിസ്റ്ററും ചീറ്റ് ചെയ്തെടുത്തു. ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്തു. അതിനിടയിൽ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. 1 ഇയർ തികയും മുമ്പ് തന്നെ എനിക്ക് ഗവൺമെന്റ് ജോബിന് ഓർഡർ വന്നു. ഞാൻ PSC എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച്. അപ്പൊ ഇതെല്ലാം ഫാമിലിയിൽ ഒരു വശത്ത് ഭയങ്കര സ്ട്രഗിൾസാ. എനിക്ക് 2 പ്രാവശ്യം ജനറൽ മെറിറ്റ് വന്നിട്ട് 2 പ്രാവശ്യം ജോബിന് ഓർഡർ വന്നിട്ട് PSCന്ന് കോളിംഗ് വന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റെ സിസ്റ്റേഴ്സ് വിളിക്കുമ്പോൾ ഒരു വാക്കെന്റെ വായിന്ന് വീണു. പിന്നെ ഫാമിലി മൊത്തം അറിഞ്ഞിട്ട് അതുവരെ വിളിക്കാത്തവരൊക്കെ വിളിക്കുകയും ഭയങ്കര പ്രതിസന്ധികൾ അനുഭവിക്കാനിടയായി. ഇവിടെ മിനിസ്ട്രിയിൽ ഒരു വശത്ത് ഭയങ്കര പ്രശ്നം, ഫാമിലിയിൽ ഒരു വശത്ത് പ്രഷർ, വന്ന് ജോലി ചെയ്യും, 2 ഭാഗത്തും ഒന്നുമില്ലല്ലോ. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, എങ്ങനെ ജീവിക്കും? ഈ സ്ട്രഗിൾസ് എല്ലാം അനുഭവിച്ചു. ആദ്യത്തെ ഷെഡ് ഡെമോളിഷ് ചെയ്യുന്ന ആ സമയത്തിന് ഹസ്ബൻഡിന് BP ഹൈ ആയിട്ട് ഒരുപാട് പ്രയാസത്തിൽ കൂടി കടന്നുപോയി. BP 240 വരെ പോയി. ഡോക്ടറിന് അതിശയമായിരുന്നു, ഇത്രയും കൂടി അദ്ദേഹം കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു. പിന്നെ 1 വർഷം കഴിഞ്ഞു ഷുഗർ ആയി. 44-45 ഇയേഴ്സ് ഉള്ളപ്പം ഹൈ BPയും ഹൈ ഷുഗർ. എന്നാലും ഒരു ദിവസം പോലും മിനിസ്ട്രിക്ക് പോകാതിരിക്കുകയോ ഹൗസ് വിസിറ്റിംഗ് പോകാതിരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഈ 2ാമത്തെ ഷെഡ് ഡെമോളിഷ് ചെയ്യുമ്പം കംപ്ലീറ്റ് ഒരു 47-48 ഇയേഴ്സ് പോലും ഇല്ല. പക്ഷെ ഹൈലി BP ഉണ്ട്, ഹൈലി ഡയബറ്റിക് ആണ്. എന്നാലും മിനിസ്ട്രിക്ക് വളരെ ത്യാഗങ്ങൾ, വളരെ കഷ്ടതകൾ സഹിച്ച് മിനിസ്ട്രിക്ക് കടന്നുപോയി. 2020 ഓഗസ്റ്റ് 20 ഞങ്ങളുടെ 3ാമത്തെ ഷെഡ് ഡെമോളിഷ് ചെയ്തപ്പം ഞങ്ങൾ ശരിക്കും തളർന്നു പോയ ഒരവസ്ഥയിലേക്ക് കടന്നുപോയി. കർത്താവേ, ഇനിയും ഈ ദേശത്ത് ഇനി എങ്ങനെയാണ് വേല ചെയ്യുന്നത്, എങ്ങനെയാ ഞങ്ങൾ മുൻപോട്ട് പോകുന്നതെന്ന് വളരെ ഭാരപ്പെട്ട സാഹചര്യം. എൻ്റെ പ്രിയപ്പെട്ട വളരെ നിരാശയിലും വേദനയിലും ഒക്കെ കടന്നുപോയി. എങ്കിലും ശുശ്രൂഷയിൽ ഒരു ദിവസം പോലും താൻ അടങ്ങിയിരിക്കാതെ തൻ്റെ അന്ത്യശ്വാസം വരെയും കർത്താവ് ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തു. തൻ്റെ കുടുംബത്തെക്കാൾ ഉപരി, തൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ ഉപരി താൻ ആ പാവപ്പെട്ട ജനങ്ങളെ സ്നേഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അവരൊരുപാട് നമ്മളിൽ നിന്നും എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അവിടെ കൂടുതൽ ആൾക്കാർക്കും അവർക്ക് അറിയത്തില്ല. കാരണം അവർ അത്രയും പാവങ്ങളാണ്, അവർ കൂടുതലും ഇല്ലിറ്ററേറ്റ് ആണ്. അപ്പോൾ അവരുടെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് അവരോട് നമ്മൾ വാടക വീട്ടിലാണെന്നോ നമുക്ക് പ്രയാസം ഉണ്ടെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഹസ്ബൻഡ് നിത്യതയിൽ ചേർക്കപ്പെട്ട ശേഷമാണ് അവരൊരുപാട് ഫീൽ ചെയ്തത്. ഇത്രയും പ്രയാസത്തോടു കൂടെ ആയിരുന്നോ ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നത്? പക്ഷെ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരെ പോലെ അവരുടെ ഇടയിൽ പോയി ശുശ്രൂഷിപ്പാനും അവരിൽ ഒരാളായി അവരോടൊപ്പം ചേർന്ന് നിന്ന് അന്ത്യശ്വാസം വരെയും കർത്താവിന്റെ നാമം ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. കൊറോണയുടെ സമയത്ത് 2 പ്രാവശ്യം ഞങ്ങളുടെ IPCയുടെ ഞങ്ങളായിരുന്ന സെന്ററിൽ നിന്നോ സ്റ്റേറ്റിൽ നിന്നോ ഒരു സപ്പോർട്ടും കിട്ടാതെ തന്നെ തൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കളക്ട് ചെയ്ത് 2 പ്രാവശ്യം അവർക്ക് കിറ്റ് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ സെൻട്രൽ പാസ്റ്റർ അറിയിച്ചിട്ട് തന്നെ അദ്ദേഹം പറയും, ദേശം പാസ്റ്റർ പോയി ചെയ്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ കൊറോണയുടെ ടൈമിൽ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. ഞങ്ങൾക്ക് ഒരു റേഷൻ സാധനങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ പ്രയാസപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. അന്നേരമൊക്കെ ഒരു ദിവസം പോലും ഞങ്ങളെ പട്ടിണിയില്ലാതെ ദൈവം അത്ഭുതമായിട്ട് വഴി നടത്തി. സാധനങ്ങൾ തീർന്നൊന്നും എനിക്ക് എൻ്റെ കുടുംബത്തിൽ പറയാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ ഒരു ദിവസം രാത്രി സകല സാധനങ്ങളും തീർന്നു വീട്ടില്. ഞാനും പപ്പയോടോ മക്കളോടോ പോലും പറഞ്ഞില്ല, അരിയില്ല, വീട്ടിലൊരു സാധനങ്ങളും ഇല്ല. അപ്പൊ രാത്രി ഞാൻ റൈസ് ഇടുന്ന ബക്കറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, നാളെ ചോറ് വയ്ക്കാൻ അരിയില്ല, എണ്ണയില്ല, വീട്ടിലൊരു സാധനങ്ങളുമില്ല. ഞാൻ പ്രാർത്ഥിച്ചേച്ച് ഞാൻ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഉറക്കമെണീറ്റ് വരുന്ന സമയത്ത് ഒരു വലിയ ഒരു
ചാക്ക് ഫുള്ള് സാധനം വന്ന് ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ ഞങ്ങളുടെ ഡോറിന്റെ ഫ്രണ്ട് ഇരിക്കുക. ഞാൻ അതിശയിച്ചു പോയി, ദൈവമേ ഇത് എവിടെ നിന്ന് വന്നത്, ആരാ കൊണ്ടുവച്ചത് എന്നിങ്ങനെ ഓർത്ത് ഞാനും പപ്പയും കൂടെ അത് തൂക്കി വീട്ടിനകത്തേക്ക് വെച്ച് അത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ടിഫണിനുള്ള റൈസ്, ഫുഡിനുള്ളത്, എണ്ണ, പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര, ടീ ലീഫ്, സോപ്പ് പൗഡർ ഉൾപ്പെടെ ഒരു 10-20 ദിവസത്തേക്കുള്ള സാധനങ്ങളെല്ലാം അതിലുണ്ട്. ഞങ്ങളിങ്ങനെ എടുത്തിട്ട് ദൈവമേ ആരാണോ കൊണ്ടുവച്ചതെന്ന് ഞങ്ങൾ അതിശയിച്ചു നിൽക്കുമ്പോൾ, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിന്റെ ഒരു 2-3 വീടിനപ്പുറമുള്ള ഒരു ഓർത്തഡോക്സിലെ ഒരു അച്ഛനായിരുന്നു. അപ്പൊ അവരുടെ ചർച്ചിൽ എല്ലാവർക്കും കിറ്റ് കൊടുക്കുമ്പോൾ അവര് പറഞ്ഞത്രേ, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, അവർക്കും കൂടി ഒരു കിറ്റ് തരണമെന്ന് അവര് ചോദിച്ച് മേടിച്ച് അവര് കാറിൽ വെച്ച് ഞങ്ങള് എണീക്കും മുമ്പേ സർപ്രൈസ് ആയിട്ട് ഞങ്ങളുടെ ഡോറിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചതാ. പിന്നെ അവിടുത്തെ നായർ സർവീസ് സൊസൈറ്റി അവര് ഞങ്ങൾക്ക് 2 പ്രാവശ്യം കിറ്റ് കൊണ്ടുവന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ. ഞങ്ങളുടെ ഇല്ലായ്മകളൊന്നും ആർക്കും അറിയത്തില്ല, അപ്പൊ ആരോടും ഒരു ഇല്ലായ്മ പറയാറില്ല. വളരെ ശാന്തതയോടെ വളരെ സാവധാനത്തോടു കൂടെ ആ നായർ സമുദായത്തിൽപ്പെട്ട ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പറഞ്ഞു, പാസ്റ്ററെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാതെ ഒരിക്കലും ഇരിക്കില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ പ്രൊവിഷൻ സ്റ്റോർ ഉണ്ട്, അത് കാണിച്ചിട്ട് പറഞ്ഞു അവിടെയാ ഞങ്ങൾക്ക് പറ്റുള്ളത്, എന്ത് സാധനം വേണമെങ്കിലും അവിടെ പോയി മേടിച്ചോണം, ഒന്നും ചിന്തിക്കേണ്ട. സർവശക്തന്റെ കൃപയാൽ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ഞങ്ങളെ ഒരു നായർ സഹോദരന്റെ പറ്റിൽ പോയി ഒരു 10 രൂപ പാക്കറ്റ് പാല് പോലും വാങ്ങാൻ ദൈവം ഇടവരുത്തിയില്ല. സർവശക്തന്റെ കൃപ, ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട നിത്യതയിൽ ചേർക്കപ്പെട്ട ശേഷം എൻ്റെ സഹോദരങ്ങളെല്ലാം കടന്നു വന്നു. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും വളരെ കരയുവാനിടയായി. ഇത്രത്തോളം കഷ്ടതയും ഭാരവും ഒക്കെ അനുഭവിച്ചിട്ടും ഞങ്ങളോട് നീ ഒന്നും ചോദിച്ചില്ലല്ലോ, ഞങ്ങൾ ആരോടും ഒന്നും ഷെയർ ചെയ്തില്ലല്ലോ, ഇത്രയും ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചോ എന്ന് ചോദിച്ചു. കാരണം അവര് വല്ലപ്പോഴും വിളിക്കും, സുഖവിവരങ്ങൾ അന്വേഷിക്കും, എല്ലാം സുഖം സുഖം മാത്രം അവരോട് പറയും. ഒരില്ലായ്മ പറയുവാനോ നിന്റെ വീട്ടിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വന്നോ എൻ്റെ ഹസ്ബൻഡ് അന്ത്യശ്വാസം വരെ എന്നോട് പറഞ്ഞിട്ടില്ല. അവസാന നിമിഷം വരെ നീ പോയി ജോലി ചെയ്യും, നീ ഇത്രയും കഷ്ടമല്ലേ, നീ പോയി ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്ത് എന്തെങ്കിലും കൊണ്ടുപോകാമെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ എനിക്ക് ദൈവസന്നിധിയിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരുപാട് സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നുപോയി. 15 വർഷം വാടക വീടുകൾ മാറി മാറി താമസിച്ച് 15 വർഷം തികയുന്ന ആ മാസത്തിലായിരുന്നു അടിയന്റെ പ്രിയപ്പെട്ട ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. 2022 ഡിസംബർ 18 ഒരു സൺഡേ ആയിരുന്നു. വളരെ അനുഗ്രഹമായ ശുശ്രൂഷ. ഞങ്ങളുടെ ഷെഡ് 2020 ഓഗസ്റ്റ് 20 ഡെമോളിഷ് ചെയ്തുവെങ്കിലും ഒരു ആരാധന പോലും മുടങ്ങാതെ ഒരു വിശ്വാസ ഭവനത്തിൽ 2022 ഡിസംബർ 18 ഞായറാഴ്ച വരെ എല്ലാ ആരാധനകളും നടത്തുവാൻ സ്വർഗം സഹായിച്ചു. വളരെ അനുഗ്രഹമായി 2018 ഡിസംബർ 2022 ഡിസംബർ 18 സൺഡേ, 2022 ഡിസംബർ 25 ക്രിസ്മസ് പിറ്റേ സൺഡേ ആയിരുന്നു. ആ 18 വളരെ അനുഗ്രഹമായ ആരാധന നടത്തി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ സ്ലം മിനിസ്ട്രി ആയതുകൊണ്ട് കൊച്ചു കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലുള്ള ഒരു മാതാവുണ്ട്. എല്ലാവർക്കും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും പ്രാർത്ഥിച്ച ശേഷം വളരെ അനുഗ്രഹമായ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വന്നു. വൈകുന്നേരവും അത്യാവശ്യം ഫുഡ് കഴിച്ചു. ദൈവത്തിന്റെ കൃപയാൽ വളരെ സന്തോഷത്തോടുകൂടെ ആയിരുന്നു. 19 തിങ്കളാഴ്ച രാവിലെ 2 കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിച്ചു. കോളേജിലേക്ക് മോൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു, 7th സെമസ്റ്റർ പഠിക്കുന്ന സമയം. മോള് കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഇയർ 1 മാസം തികഞ്ഞില്ല. 2 കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിച്ചു കോളേജിലേക്ക് അയച്ചു. 2 കുഞ്ഞുങ്ങളും ബൈ പപ്പ പറഞ്ഞ് കോളേജിലേക്ക് കടന്നുപോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അടിയൻ പ്രിയപ്പെട്ടവനിങ്ങനെ പറഞ്ഞു, അപ്പേ കാപ്പി കുടിക്കാൻ, പല്ല് തേക്ക്, കാപ്പിയൊക്കെ കഴിച്ച ശേഷം നമുക്ക് പുറത്തേക്ക് പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ 24 ശനിയാഴ്ച വൈകിട്ട് അവിടെ പാവപ്പെട്ട അവർക്ക് വേണ്ടി ലവ് ഫീസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഫുഡിന് ഓർഡർ ചെയ്യാൻ ഇങ്ങനെ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടെ പോകാമെന്നുള്ള ആഗ്രഹത്തിൽ കാപ്പി കുടിച്ചിട്ട് പുറത്തിറങ്ങാം എന്നിങ്ങനെ പറഞ്ഞു. പല്ല് തേക്കാനായിട്ട് എഴുന്നേറ്റ്
ഞാൻ ഗീസർ ഓൺ ചെയ്തു. ബാത്റൂമിലേക്ക് പോകുന്ന സമയം ഒരു 2-3 സ്റ്റെപ്പ് വെച്ചപ്പോ ഒരു ക്ഷീണം തോന്നുമെന്ന് പറഞ്ഞു. തിരിഞ്ഞു, ബെഡിലേക്ക് കിടന്നു. ഒരു കൊച്ചു കുഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന അതേ പ്രതീതിയിൽ കിടന്നു, കണ്ണടച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കൊന്നും അത് പറയുവാൻ വാക്കുകളില്ല. താൻ സെക്കൻഡ്സിനുള്ളിൽ താൻ നിത്യയിലേക്ക് ചേർക്കപ്പെടുകയായിരുന്നു. ഞാൻ ഞാൻ കിച്ചണിലേക്ക് തിരിഞ്ഞു. എന്തോ ഒരു പന്തികേട് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ തിരിഞ്ഞു വന്നു. ഞാൻ തട്ടി നോക്കിയിട്ട് യാതൊരു അനക്കവും ഇല്ല. ഞാൻ കുറേ ഇങ്ങനെ നെഞ്ചത്തൊക്കെ തട്ടി നോക്കി, പക്ഷെ യാതൊരു മൂവ്മെന്റും ഇല്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കുമ്പം എങ്ങനെ ധൈര്യം തന്നൊന്നും എനിക്കറിയത്തില്ല. കണ്ണ് തുറന്നു നോക്കുമ്പോൾ 2 കൃഷ്ണമണി നിന്നിരിക്കുന്നു. പിന്നെ കംപ്ലീറ്റ് നിശ്ചലമായി. ഞാൻ കുറേ ചങ്കത്തടിച്ചു, കുറേ കരഞ്ഞു, നിലവിളിച്ചു. എൻ്റെ ആ നിലവിളിയുടെ ശബ്ദം കേട്ട് മുകളിൽ താമസിക്കുന്ന വാടകക്കാർ ഇറങ്ങി വന്നു. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. തലേദിവസം എന്തിനെ സെൻട്രൽ പാസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ പാസ്റ്റർ വിളിച്ചു. പാസ്റ്റർ ഇങ്ങനെ എന്താണെന്ന് അറിയത്തില്ല, ബാത്റൂമിൽ പോകാൻ വേണ്ടി പോകുമ്പോൾ എന്നൊരു ക്ഷീണം തോന്നുമെന്ന് കിടന്നു, അനക്കമൊന്നുമില്ല. പാസ്റ്റർ ഞങ്ങളുടെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറമുള്ള ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ വിളിച്ചു. അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ സംസാരിക്കാൻ ഒന്നും പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് ഹൗസ് ഓണറെ വിളിച്ചു. അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. അവർക്കൊരു ഷോപ്പുണ്ട്. അവിടുത്തെ ആൾക്കാരെ വീട്ടിലേക്ക് വന്നു. ആംബുലൻസ് വിളിച്ച് 15 to 20 മിനിറ്റിൽ ഹോസ്പിറ്റലിൽ എത്തി. സപ്തഗിരി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവര് പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞു, 15 to 20 മിനിറ്റ് ആയി, ആള് പോയി, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്ന് പറയാനിടയായി. September 4 ആയിരുന്നു തന്റെ ബർത്ത്ഡേ. September 4 ബർത്ത്ഡേ കഴിഞ്ഞു. 4 മാസങ്ങളെ ആയിട്ടുള്ളായിരുന്നു. താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ താൻ ചേർക്കപ്പെട്ടു. അതിനിടയിൽ മിനിസ്ട്രിയിൽ ഒരുപാട് പ്രയാസങ്ങൾ, വേദനകളൊക്കെ അനുഭവിച്ചു. എന്നാലും ഒത്തിരി സ്ട്രഗിൾസ്, ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഒക്കെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. മോന് 3ാമത്തെ ദൈവശബ്ദം കേട്ട ശേഷമാണ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്തത്. ആ 3ാമത് ദൈവാലോചന കായംകുളത്ത് വർഗീസ് ബേബി പാസ്റ്ററിലൂടെ ദൈവശബ്ദം ഇങ്ങനെ തരുന്ന സമയത്ത് മോൻ +2 പഠിക്കുന്ന സമയം ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ അമ്മാമ്മയും ഞങ്ങളോടൊപ്പം ആരാധനയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ചിലരോടൊക്കെ ഷെയർ ചെയ്യും. ചിലരുടെയൊക്കെ പ്രത്യേക സഹായത്താൽ മോന്റെ 3 വർഷത്തെ പഠനം നന്നായിട്ട് പോയി. പക്ഷെ 4ാം വർഷത്തെ പഠനമായപ്പോൾ ആ സഹായിക്കുന്നവരുടെ സഹായങ്ങളൊക്കെ വളരെ കുറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അപ്പൊ മരിക്കുന്നത് ഡിസംബർ മാസം. ആ നവംബർ മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ആ കോളേജിൽ ഞാനും പപ്പയും കൂടെ പോയിട്ടുണ്ടാകും. അപ്പൊ വേറെ ഒന്നും പറയത്തില്ല, അവിടെ മുസ്ലിം മാനേജ്മെന്റ് ആണ്. പോയിട്ട് ഇത്രയും സംസാരിക്കും, ഐ വാണ്ട് ടൈം. ഞാൻ മിഷൻ വർക്കാണ് ചെയ്യുന്നത്, എനിക്ക് സമയം വേണം, ഞാൻ ഫീസ് അടച്ചോളാം, ഒത്തിരി ഫൈൻ ഇട്ടാൽ പേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവരോട് പറയും. ലെറ്ററിൽ 2 അല്ലെങ്കിൽ 3 സെന്റൻസ് മാത്രം എഴുതും. അങ്ങനെ ഒക്ടോബർ ആയിരുന്നു ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഫീസ് പേ ചെയ്യേണ്ട. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഒക്ടോബർ മാസത്ത് എനിക്കറിയില്ല, ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. പക്ഷെ നവംബർ 30 മുമ്പ് മോന്റെ ഫീസ് കംപ്ലീറ്റ് ചെയ്തു. ആ മാസത്തായിരുന്നു മോളുടെ അഡ്മിഷന്റെ ടൈം. ആ സമയം ഞങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്ട്രഗിൾസ് ആയിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സ് അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. എൻ്റെ മൂത്ത സിസ്റ്റർ റിട്ടയർഡ്, ഗവൺമെന്റ് ജോബ് റിട്ടയർഡ് നല്ല പോസ്റ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ആയ സിസ്റ്ററാണ്. ഞങ്ങളെ ഒന്നും സഹായിക്കാറില്ല, ഞാനൊന്നും ചോദിക്കാറില്ല. ഞാൻ ഗവൺമെന്റ് ജോബ് വന്ന് തിരിച്ചു പോകാത്തതുകൊണ്ട് ഭയങ്കര എഗൻസ്റ്റ് ആയിരുന്നു. പിന്നെ കൊറോണ സമയത്താണെങ്കിലും അപ്പൊ സഹോദരങ്ങളോടൊന്നും ചോദിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ നേരെ മൂത്ത സിസ്റ്റർ ഇപ്പോഴും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. എൻ്റെ ജൂനിയർ BEd. മാരേജ് കഴിഞ്ഞൊരു കുഞ്ഞായ ശേഷം ആ സിസ്റ്റർ BEd കഴിഞ്ഞത്. അപ്പോൾ സർവീസിലിരിക്കെ നല്ല സാലറി വർക്ക്. ഞാൻ ചോദിച്ചു, മോളുടെ അഡ്മിഷൻ നവംബറിലായിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പേ കുറച്ച് പൈസ ഒന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, നീ ചോദിക്കുന്നെങ്കിൽ ചോദിച്ചോ, പക്ഷെ ഒരുപക്ഷെ അവർ തരുമായിരിക്കും, എന്നാ 2 കുത്തിയിട്ടേ തരത്തുള്ളൂ, അതിന്റെ ആവശ്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. കാരണം അത്രയ്ക്ക് ഞങ്ങള് സ്ട്രഗിൾ ചെയ്തു. അവരിൽ നിന്നൊക്കെ ഞാൻ ഗവൺമെന്റ് ജോബ് വന്നു, തിരിച്ചു പോയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ നേരെ മൂത്ത സിസ്റ്റർ 2ാം ക്ലാസ് മുതൽ MCom വരെ കമ്പാഷന്റെ സഹായത്താലാണ് പഠിച്ചത്.
പിന്നെ ഞങ്ങളെ +2 കഴിഞ്ഞു, പിന്നെ കൂലിപ്പണി അങ്ങനെയൊക്കെ പോയി. മൂത്ത സിസ്റ്റർ നന്നായിട്ട് പഠിച്ചു, ഗവൺമെന്റ് ജോബ്. രണ്ടുപേര് ഗവൺമെന്റ് ജോബിലുണ്ട്. ഞാൻ ജോബ് വേണ്ടെന്ന് വെച്ചു. അപ്പോ ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ 10th കഴിഞ്ഞപ്പോ തന്നെ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, ഇനി പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പപ്പ വളരെ പ്രായവും ഉണ്ട്. പിന്നെ എൻ്റെ മാരേജ് നടത്തണം. എൻ്റെ നേരെ മൂത്ത സിസ്റ്ററും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സ്ട്രഗിൾസ്. ഞാൻ പ്രീ ഡിഗ്രി മുതൽ ട്യൂഷൻ എടുത്താൽ ഞാൻ പഠിച്ചത്. പ്രീ ഡിഗ്രി രാവിലെയും വൈകിട്ടും ട്യൂഷൻ എടുക്കും. വീട്ടിൽ ട്യൂഷനുണ്ട്, വീടുകളിൽ പോയി ട്യൂഷൻ എടുക്കും. ബി.എഡിന് പഠിക്കുമ്പോഴും രാവിലെ ഒരു 1 hour ട്യൂഷൻ എടുക്കുമായിരുന്നു. കുറച്ച് ദൂരെ ഉണ്ടായിരുന്നു, എൻ്റെ കോളേജ് കുറച്ച് ദൂരത്തായിരുന്നു. അപ്പൊ 6 to 7 ട്യൂഷൻ എടുത്തിട്ട് 7:30 വീട് ഇടണം. അങ്ങനെ കഷ്ടപ്പെട്ട ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിൽ വരെ പഠിച്ചത്. സിസ്റ്റേഴ്സ് ഒന്നും 1 രൂപ പോലും സഹായിച്ചിട്ടുമില്ല. മൂത്ത സിസ്റ്റർ ഗവൺമെന്റ് ജോബിലിരിക്കെ എന്നോട് ചോദിക്കും, നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? അപ്പൊ പറയും, തയ്യൽ പഠിക്കും. തയ്യൽ പഠിച്ചൊരു മെഷീൻ എടുത്ത് വീട്ടിലിരുന്ന് തയ്ക്ക്. എനിക്ക് പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, പഠിച്ച് നല്ല ഒരു ജോലി മേടിച്ച് മറ്റുള്ളവരെ സഹായിക്കണം, മിഷണറിമാരെ സഹായിക്കണം, നോർത്ത് ഇന്ത്യയിലൊക്കെ കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരെ സഹായിക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ആയിരുന്നു എല്ലാം ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ട് അവസാനം സ്ലം മിനിസ്ട്രി ചെയ്യേണ്ട ഒരു അവസ്ഥയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഭാഗ്യം ദൈവം തന്നു എന്ന് ഞാൻ പറയുന്നു. നല്ല രീതിയിൽ അവരോടൊപ്പം അവരിൽ ഒരാളായി അനേക കുഞ്ഞുങ്ങളെ, 12 വയസ്സ് 11 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങള് അടുത്തു വരുമ്പം തന്നെ ഞാൻ ആ സ്മെല്ല് കണ്ടുപിടിച്ചിട്ട്, ഞാൻ അവരുടെ പാരന്റ്സ് വളരെ പാവമാണ്, അവരും ഇതിനൊക്കെ അഡിക്റ്റ് ആണ്. അപ്പം ഈ കുഞ്ഞുങ്ങളെ പോക്കറ്റിൽ ഞാൻ ഒന്നും ചിന്തിക്കാതെ ഇവരുടെ ട്രൗസറിന്റെ പോക്കറ്റിലും ഷർട്ടിന്റെ പോക്കറ്റിലും കയറുമ്പം പാൻപരാഗ് അതുപോലുള്ള വസ്തുക്കൾ ഞാൻ കണ്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്നെ മുന്നിട്ട് ഓടാൻ ശ്രമിക്കും, ഞാൻ അവരുടെ കയ്യിലോട്ട് പിടിക്കും. കൊച്ചു പിള്ളേരാണല്ലോ. അപ്പം ആന്റി എന്ന് വിളിക്കും. ഞാൻ പറയും, മക്കളെ ഇത് ശരിയല്ല. അപ്പം ഒരു വീട്ടില് 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളെ 2 വശത്തിങ്ങനെ ഇരുത്തിയിട്ട് ഒത്തിരി ഞാൻ ബുദ്ധി പറഞ്ഞു കൊടുക്കുമായിരുന്നു, കൗൺസിൽ ചെയ്യും. ഒരുപാട് അങ്ങനെ കുറേ കുഞ്ഞുങ്ങളെ ആ ദേശത്ത് നേടുവാൻ ദൈവം സഹായിച്ചു. ഞാൻ മറ്റു കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ പഠിച്ചുവെങ്കിലും അതെനിക്ക് സാധിച്ചില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത്, മീൻസ് അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ട് അനേക കുഞ്ഞുങ്ങൾക്ക് ബുക്സ്, ടെക്സ്റ്റ്, ബാഗ്, ചെരുപ്പ്, കുടയൊക്കെ വാങ്ങിക്കൊടുക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്, വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. 2021 ഡിസംബറിലും 40 വിഡോസിന്, ആരുമില്ലാത്ത വിഡോസിന് ആ സ്ലമ്മില് സാരി കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഭയങ്കര വില കൂടിയെന്നുള്ള, അല്ലെങ്കിൽ 250 to 300 അങ്ങനെ. അതെല്ലാം ഫ്രണ്ട്സ്, കൂടെ പഠിച്ച ഫ്രണ്ട്സ്, നല്ല ജോലിയുള്ളവരുണ്ട്, അവരൊക്കെ 1 time ഹെൽപ്പ് ചെയ്യും. ഡിസംബറിൽ മാത്രം കൂടുതലും രക്ഷിക്കപ്പെടാത്തവർ, CSI ബാക്ക്ഗ്രൗണ്ട്, കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ നന്നായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം അവിടെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. 2022 10 സാരി, ഇപ്പൊ മരിക്കുന്ന തലേ ദിവസം ഒരു ഫാമിലി 10 സാരി ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടു തന്നു. അതവിടെ പ്രാർത്ഥിച്ചു വെച്ചാ ഞങ്ങള് 18-ാം തീയതി ആരാധന കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി വന്നത്. 19-ാം തീയതി രാവിലെയാണ് പപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അത് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ അവിടെ ഞങ്ങളുടെ വീട്ടിലെ കർത്തൃമേശയുടെ സാധനങ്ങളും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാം ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുമ്പോൾ ആ 10 സാരി എന്നെ കൊണ്ട് തന്നെ ആരുമില്ലാത്ത വിഡോസിന് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു, അവിടുത്തെ വിശ്വാസികളിലൂടെ. പിന്നെ ആ നവംബറിൽ മോളുടെ അഡ്മിഷൻ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ഞങ്ങൾ അനുഭവിച്ചു, ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചു. പക്ഷെ അവിടെയും ദൈവം ഞങ്ങളെ കൈവിടാതെ നടത്തി. ഞങ്ങളുടെ സെന്ററിൽ നിന്നും ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററും ഞങ്ങളുടെ ലോക്കൽ സെന്ററിലെ ചില പാസ്റ്റേഴ്സ് ഒക്കെ ചെറിയ ഹെൽപ്പ് തന്നു. എന്നാലും ഞങ്ങളെ അന്ന് അഡ്മിഷന്റെ അന്നത്തേക്ക് ഞങ്ങളെ സഹായിച്ചത്, അന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ ഹൗസ് ഓണർ ആയിരുന്നു. 90,000 റുപ്യ ഒരു രേഖയും കൂടാതെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. മോള് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പാണ് പപ്പ ഞങ്ങളെ വിട്ട് കടന്നുപോയത്. അവർ ഒരാഴ്ചക്കകം പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററും ഞങ്ങളുടെ സെൻട്രലിലെ ചില ദേവദാസന്മാരും ഞങ്ങളെ അറിയുന്നവരെയൊക്കെ സഹായിച്ച്, കുടുംബത്തിൽ ആരുടെയും ഒരു സപ്പോർട്ടും ഇല്ലാതെ, കുടുംബക്കാരോട് 1 രൂപ പോലും വാങ്ങാതെ ആ കടം തീർക്കുവാൻ ദൈവം സഹായിച്ചു. പപ്പ മരിച്ച ശേഷം ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് വന്നു. ആ ആഴ്ചയിൽ ഒരു 10
എത്രത്തോളം ദൈവദാസന്മാർ എന്നോട് ചോദിച്ചു, ദൈവദാസൻ നിത്യതയിൽ ചേർക്കപ്പെട്ടല്ലോ, ദൈവദാസി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിലോ വാടക കൊടുത്തതിലോ എന്തെങ്കിലും കടമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 1 രൂപ പോലും എനിക്ക് കടം വെച്ചിട്ട് പോയിട്ടില്ല. ഒരു 10 രൂപ പാക്കറ്റ് പാല് പോലും കടം വാങ്ങുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ഫീസിന്റെ കാര്യത്തിലോ മറ്റൊരു കാര്യത്തിലും 1 രൂപ പോലും കടം വാങ്ങുന്ന ഒരു പഴക്കം പപ്പയ്ക്ക് ഇല്ലായിരുന്നു. ആ ഫീസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇത് വന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് അത് വാങ്ങിയത്. എന്നാലും അവർ പറഞ്ഞ ആ ദിവസത്തിൽ തന്നെ അത് തിരിച്ചു കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. 15 വർഷത്തെ വാടക ജീവിതത്തിലും ഒത്തിരി ഒന്നുമില്ലാത്ത അവസ്ഥയിലും 1 മാസത്തെ വാടക ഒരു 5-10 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെന്നല്ലാതെ അടുത്ത മാസം വാടക തരാമെന്ന് പറയുവാൻ കർത്താവ് ഞങ്ങളെ വിട്ടിട്ടില്ല. ആ രീതിയിലൊക്കെ ദൈവം നടത്തി. പിന്നെ അവിടെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വേർപാടുണ്ടായത് നിമിത്തം വളരെ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടായി. ആക്ച്വലി 2022 നവംബറിൽ ഇവിടെ ഞങ്ങളുടെ സെൻട്രൽ കൺവെൻഷന് വ്യക്തമായിട്ട് ദൈവാത്മാവ് ഇടപെട്ടത് ഇങ്ങനെയായിരുന്നു. അനീഷ് കൊല്ലം, ആ വലിയ ഫേമസ് പ്രോഫറ്റ്, ആ ദൈവദാസനിലൂടെ ഇങ്ങനെ ദൈവ ശബ്ദം ഉണ്ടായത്. കഴിഞ്ഞ 6 വർഷം, ആക്ച്വലി 7 വർഷം ഞങ്ങൾ ഇവിടെ സ്ലം മിനിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ 6 വർഷം നിങ്ങൾ വിതച്ചതും നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ എല്ലാം ഫലം പുതുവർഷം ആരംഭ മാസത്തിൽ തന്നെ അത് കൊയ്തെടുക്കുവാൻ ദൈവം സഹായിക്കും. ഞങ്ങൾ വളരെ ആർവത്തോടുകൂടെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. 6 പേര് സ്നാനത്തിനായി ഒരുങ്ങിയിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞ് പുതുവർഷ ആരംഭ മാസത്തിൽ സ്നാനപ്പെടാമെന്ന് അവർ ഞങ്ങൾക്ക് വാക്ക് തന്നു. പക്ഷേ ക്രിസ്മസിന് മുമ്പ്, ക്രിസ്മസിന്റെ ആഴ്ചയിൽ, അതായത് 19-ാം തീയതി തിങ്കളാഴ്ച രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവൻ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഒരു ദിവസം ഫ്യൂണറലും കഴിഞ്ഞു. അവിടെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അവരുടെ ഇടയിൽ വലിയ ഒരു ക്ലേശത്തിന് കാരണമായി. കാരണം അത്രത്തോളം ആ ജനത്തെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും അവരിൽ ഒരാളായി ഞങ്ങൾ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യചിഹ്നം അവരുടെ ഇടയിൽ വളരെ പ്രയാസങ്ങൾക്ക് കാരണമായി. അവിടെ പിറ്റേ സൺഡേ തന്നെ കർണാടക സ്റ്റേറ്റ് IPC എന്നൊരു പാസ്റ്റർ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ പ്രവർത്തനത്തിൽ പ്രിയാവൃതനായിരിക്കുന്നു. അതിൽ 3 പേര് സ്നാനപ്പെട്ടു, 3 പേര് അങ്ങനെ പിന്മാറി. അവരെന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എനിക്ക് കുറെ ഞാൻ മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ട നിത്യത ഇപ്പൊ ഒരാഴ്ച തികയും മുമ്പ് ദൈവം എനിക്ക് ധൈര്യം നിന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, 5-6 വർഷം നിങ്ങളോട് എത്രത്തോളം നിങ്ങൾ ഒരാളായി നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു. നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് മാറ്റണം, ദൈവസന്നിധിയിൽ കടന്നു വരണം, സ്നാനപ്പെടണം, കർത്തൃമേശയിൽ പങ്കൊള്ളണം, കർത്തൃസന്നിധിയിൽ ചേരണം, നമുക്ക് ഈ ലോകം എന്തെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ. ഇനി പാസ്റ്റർക്ക് നിങ്ങളോട് വന്ന് ഒന്നും ഉപദേശിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് കടന്നുപോയി വിശ്രമിക്കുന്നു. ഇനി നിങ്ങൾ ജീവിച്ച് നിങ്ങൾ സ്നാനപ്പെട്ട ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ മാത്രം കർത്തൃസന്നിധിയിൽ പോയി ദൈവദാസനെ കാണാം. ഇനി ഇങ്ങോട്ട് മടങ്ങി വന്ന് നിങ്ങൾക്കൊരു ഉപദേശം തരാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി. അതിനുശേഷം 1-2 മരണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അവിടെ പോയെങ്കിലും അവര് ഞങ്ങളെ നന്നായിട്ട് വിളിച്ചു. ഞാനും മക്കളും പോയി അവിടെ ശുശ്രൂഷ ചെയ്താൽ മതിയെന്ന് ശരിക്കും അവർ നിർബന്ധിച്ചു, വിളിച്ചു. ഞങ്ങൾക്ക് അവിടെ പോകുവാനോ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനോ പിന്നെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഭവനത്തിന് കുറച്ചടുത്ത് തന്നെയുള്ള ഒരു സഭയിലേക്ക് ഞങ്ങളെ സെൻട്രൽ പാസ്റ്റർ കുടുംബം എന്ന് പ്രാർത്ഥിച്ച് അവിടെയാക്കി. അവിടെ ആരാധനയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മോനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കുറച്ചുനാൾ ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു ചെറിയൊരു ജോലി ചെയ്യുന്നു. മോള് ഫൈനൽ ഇയർ, ഫൈനൽ സെമസ്റ്റർ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ ദൈവം നടത്തുന്നു. പിന്നെ ഇതിനിടയിൽ ഞാനും ഹൈലി ഡയബറ്റിക് ആയി. HbA1c 14.4 വരെയൊക്കെ പോയി. മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കടന്നു വന്നു. അവിടെയൊക്കെ സർവശക്തനായ ദൈവം മലങ്കരം പിടിച്ചു നിർത്തി. ഒത്തിരി വേദനിച്ച സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും HbA1c 8.8 ഉണ്ട്. ഷുഗർ 280-300 കുറഞ്ഞ് ഇതുവരെ ആയിട്ടില്ല. ദൈവകൃപയാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കർത്തദാസൻ നിത്യതയിലിരിക്കുന്ന അനേക വിഷൻസ് കർത്താവ് തന്നു. തന്റെ ശുശ്രൂഷ തികച്ചു താൻ കർത്തൃസന്നിധിയിലിരിക്കുന്ന അനേക വിഷൻസ് ദൈവം എനിക്ക് തന്നു. 31 വർഷത്തെ ശുശ്രൂഷ താൻ ചെയ്തു. 19 വയസ്സിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതെന്ന ഒരുപാട് അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആദ്യം OM, ഓപ്പറേഷൻ മൊബിലൈസേഷൻ, അതിലെ ടീം വർക്കിൽ 2 വർഷം ആയിരുന്ന ശേഷമാണ് ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്റെ BTH കംപ്ലീറ്റ് ചെയ്തു. വൈവോമിൽ 2-3 കോഴ്സസ് കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെയായിരുന്നു താൻ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയത്. പിന്നെ ടീച്ചിങ്ങും പ്രീച്ചിങ്ങുമായിട്ട് കുറേ നാളുകൾ അങ്ങനെ കടന്നുപോയി. 14 വർഷത്തോളം സഭാ ശുശ്രൂഷയിലും നടത്തുവാൻ ദൈവം സഹായിച്ചു. പിന്നെ 2022 ഡിസംബറിൽ ഇപ്പൊ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, 2022 ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്ക് അപ്പൊ എന്തോ ഒരു ചെസ്റ്റ് പെയിനാൽ കുറെ ഭാരപ്പെട്ടു. പക്ഷെ അതെന്തോ ഒരു അറ്റാക്കിന്റെ സിംറ്റംസ് ആയിരുന്നു. എനിക്കും പിള്ളേർക്കും അതൊന്നും മനസ്സിലായില്ലായിരുന്നു. ഏകദേശം 4-5 ദിവസം വളരെ ഭാരപ്പെട്ടു. ആ സമയത്ത് ഗ്യാസ്ട്രിക്കാന്ന് പറഞ്ഞിട്ട് ഒത്തിരി പ്രയാസത്തിൽ കൂടി കടന്നുപോയി. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുവാനോ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒരു 500 രൂപ പോലും എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ സെപ്റ്റംബർ മാസം 4-ാം തീയതി ബർത്ത്ഡേ, ആ സമയത്തൊക്കെ തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങള് സെന്ററിന്റെ മീറ്റിങ്ങിന് ഞാൻ പോകുമ്പോൾ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഒരാഴ്ചയായിട്ട് ഒട്ടും വയ്യായിരുന്നു, ഇങ്ങനെ എന്താ പ്രയാസം ഒന്നും അറിയത്തില്ല, ഗ്യാസ്ട്രിക്കിന്റെ പ്രയാസം എന്ന് പറഞ്ഞ് അതിന്റെ എന്തോ ടാബ്ലറ്റും കഴിച്ച് ഇങ്ങനെ ലെമൺ ജ്യൂസൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുക. അന്നേരം തൊളെ തട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ബിപിയും ഷുഗറും ഉള്ളതല്ലേ, കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണം, ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഹോസ്പിറ്റലിൽ പോകാൻ പൈസയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ആ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, നവംബർ കഴിഞ്ഞു. വളരെ പ്രയാസത്തിൽ കൂടി തന്നെ പോയി. ആ വന്ന ഒരു സിറ്റുവേഷൻ അങ്ങ് മാറി. പക്ഷെ അപ്പയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുവാനോ ഒന്നും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരുപാട് ത്യാഗം സഹിച്ചു തന്നെ അങ്ങനെ അങ്ങ് പോയി. 2022 ഡിസംബർ 13 മുതൽ 18 വരെ ആ ആഴ്ച ഫുള്ള് മത്തിക്കര IPC സഭ, ഞങ്ങളുടെ സെന്ററിന്റെ മദർ ചർച്ച്, അവിടെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു. അതിൽ 6 ദിവസവും ഞങ്ങൾ പകൽ സെക്ഷനിൽ കടന്നുപോയി. ഡിസംബർ 17-ാം തീയതി ശനിയാഴ്ച ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു. കോട്ടയത്തു നിന്ന് ഒരു ദൈവദാസനിൽ കൂടെ, ദൈവദാസൻ ഉന്നതന്മാരോടുകൂടെ പന്തിയിലിരിക്കുന്നു, ഒരു വിഷൻ കാണുക എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആ ദേവദാസിനോട് പ്രാർത്ഥന തീർന്ന ശേഷം ചോദിച്ചു, എന്താ പാസ്റ്ററെ അങ്ങനെ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ലല്ലോ. ഒപ്പയ്ക്കും ഒന്നും എന്തെങ്കിലും മനസ്സിലായോ എനിക്കറിയില്ല, ഞാനാ ചോദിച്ചു. അന്നേരം ആ മീറ്റിങ്ങിൽ സെൻട്രൽ പാസ്റ്ററുണ്ട്, ആ സഭയുടെ പാസ്റ്ററുണ്ട്, വേറെ 2 പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അദ്ദേഹം ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു, അന്യഭാഷ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു തുറന്ന് പപ്പയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ദേവദാസൻ ഉന്നതന്മാരോടുകൂടെ ഒരു പന്തിയിലിരിക്കുന്ന വിഷൻ കാണുക ദേവദാസി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ സന്തോഷത്തോടു കൂടി ആ വണ്ടിയിലോട്ട് കയറിയ 2 വീലറിൽ. ഏകദേശം 6-7 കിലോമീറ്റർ ദൂരത്താ മത്തിക്കര ചർച്ച്. വീട്ടിലെത്തുന്നത് വരെ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടായിരുന്നു, അപ്പൊ നമ്മുടെ കഷ്ടങ്ങളെല്ലാം മാറാൻ പോവാ, ഏതോ ഉന്നതന്മാരുടെ ഉള്ളത്തിൽ ഇടപെട്ടിട്ട് ദൈവം എന്തോ നമുക്ക് വലിയ നന്മ ചെയ്യാൻ പോവാ. അപ്പൊ എന്നെ ഒന്നും ഭാരപ്പെടരുത് ഇങ്ങനെ ഞാൻ പറയുമ്പോ തിരിഞ്ഞെന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. വീട്ടിലേക്ക് കയറി. അന്ന് ലാസ്റ്റ് സാറ്റർഡേ ഫാസ്റ്റിംഗ് പ്രയർ ആയതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് സഭാരാധനയുണ്ട്. ആ സഭയിലെ ഒരു അപ്പച്ചനുണ്ട്, അപ്പൊ വളരെ സ്നേഹിക്കുന്ന, ഇച്ചിരി ഓഫറിങ് എന്താ കൊടുത്തിട്ട് വീട്ടിൽ വന്ന് കയറിയോടെ എന്നോട് പറഞ്ഞു, എന്തൊക്കെയാ സാധനങ്ങൾ ഇല്ലാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്, അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു. ഇല്ലില്ല, എന്തൊക്കെയാ സാധനങ്ങൾ ഇല്ലാത്തെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, എല്ലാ സാധനങ്ങളും ഉണ്ട്, ഭക്ഷണം കഴിക്കും. എന്നോടൊന്നും ചോദിക്കാതെ കിച്ചണിലോട്ട് കയറി ഒരു ചെറിയൊരു ഷോപ്പർ എടുത്ത ശേഷം എന്തൊക്കെ സാധനങ്ങളില്ലയോ അത്യാവശ്യം എല്ലാം പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കര ഒരു വെപ്രാളം, ഒരു തിടുക്കം. എന്നോട് ചോദിച്ചു, ഇതെല്ലാം എടുത്തൊന്ന് നോക്കിക്കേ, ഇനി എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് അതും കൂടി പോയി മേടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താരെങ്കിലും അപ്പയ്ക്ക് പൈസ തന്നോ? അപ്പൊ പറഞ്ഞു, അതൊന്നും നീ ഇപ്പൊ അറിയണ്ട, എന്തൊക്കെയാ സാധനങ്ങൾ ഇല്ലാത്തെന്ന് മാത്രം പറഞ്ഞ്. പറഞ്ഞു, ഇന്നിപ്പൊ പോകണ്ട, ഫുഡ് കഴിച്ചിട്ട് ഇച്ചിരി റെസ്റ്റ് എടുക്കും, നാളേക്ക് മെസ്സേജ് ഒക്കെ റെഡി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കും, ബാക്കി നമുക്ക് നാളെ മേടിക്കാം. പിന്നെ പോയില്ല. പിന്നെ പിറ്റേ ദിവസം എല്ലാ ദിവസവും 3 to 4 പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 3 to 4 ഞായറാഴ്ചയും 3 to 4 പ്രാർത്ഥിച്ചു. ആരാധനയ്ക്ക് അവിടെ 8 to 10, 10:30 ആകും തീരാന്. അത് കഴിഞ്ഞിട്ട് അവർ കൂലിപ്പണിക്കൊക്കെ പോകുന്ന പാവങ്ങളായതുകൊണ്ട് 8 to 10:30. ഞങ്ങൾ 7 മണിക്ക് വീട് വിടും. എത്ര തണുപ്പാണെങ്കിലും 7:30 ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ ചെന്ന് എല്ലാം കാര്യങ്ങളൊക്കെ ശരിയാക്കി കറക്റ്റ് 7:59 ആകും, 58 പ്രാർത്ഥന ആരംഭിക്കും. ഒരാള് വന്നാലും ഇല്ലേലും അങ്ങനെ വളരെ അനുഗ്രഹമായി പ്രയർ എല്ലാം നടത്തി. 18-ാം തീയതി ആരാധന നടത്തി. 19-ാം തീയതി ഉന്നതന്മാരോടുകൂടെ പന്തിയിലിരിപ്പാൻ
എന്നെയും കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയിട്ട് പപ്പ കടന്നുപോയി. 50 വയസ്സ് തികഞ്ഞു. 4 മാസം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. തൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അങ്ങനെ പപ്പ കടന്നുപോയി. 2023 മെയ് മാസത്തിൽ ഞാൻ പോയി എന്ന് തന്നെ വിചാരിച്ചു. അത്രയും ഞാൻ സിക്കായി. ഹൈ BP ആയി, ഹൈ ഷുഗറായി. ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ 400 കൂടുതലുണ്ട്. HbA1c 14.4 ഉണ്ട്. അവിടെ പോയി ഒരു ഡോക്ടർ 21 മോള് ചെറിയൊരു സർജറി കൂടി കടന്നുപോയി. ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോ പേരുന്ന ഡോക്ടറെ അടുത്ത ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുമ്പോ ഡോക്ടർ അപ്പോഴെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണിച്ചപ്പോ ആകെ അപ്സെറ്റ് ആയി. ചോദിച്ചു എന്താ സംഭവിച്ചത്. ഡോക്ടർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഷുഗർ ടെസ്റ്റ് എല്ലാം കണ്ടിട്ട് എന്താ മോന്റെ മുഖത്ത് നോക്കുന്നു, എന്റെ മുഖത്ത് നോക്കുന്നു, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. 1 മാസത്തെ ടാബ്ലറ്റ് തന്നു. പിന്നെ അത് 3 മാസമായി. 3 മാസമായപ്പോ ഷുഗർ കുറേശ്ശെ ഡൗൺ ആകാൻ തുടങ്ങി. 13 12 10 11 ഇപ്പോഴും ഏകദേശം 9 അടുത്ത് HbA1c ഉണ്ട്. പിന്നെ 2023 ഓഗസ്റ്റ് അതേ സമയം ഞാൻ വളരെ പ്രയാസത്തിൽ കൂടി കടന്നുപോയി. രാത്രി ആ തലേവർഷത്തെ ഓർമ്മ എന്റെ മനസ്സിലേക്ക് ഓടി വന്നിട്ട് 2-3 മണിക്കൂർ കരഞ്ഞു മാത്രം എന്റെ സമയം തീർത്തു. കരഞ്ഞു ബോധം കെട്ട് ഉറങ്ങുന്ന സമയത്ത് ഒരു ദൈവശബ്ദം, എന്തിനാ കരയുന്ന, ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ സ്വർഗത്തിലെ അപ്പായുടെ കരം ഇറങ്ങി അണിയേറ്റ കരം ഇറങ്ങി വന്നിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ ഷേക്കൻ്റെ തരും പോലെ പിടിക്കുന്ന ഒരു വിഷൻ ഞാൻ കണ്ടിട്ട് എന്തിനാ കരയുന്നൊരു ശബ്ദവും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദം എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തി, എന്റെ കുഞ്ഞുങ്ങളെയും ധൈര്യപ്പെടുത്തി. 2023 ഓഗസ്റ്റ് 31 ആ ദൈവശബ്ദം എന്നെ ഇന്നുവരെ ജീവിപ്പാൻ സഹായിച്ചു. അനേക പ്രതിസന്ധികളുടെ മധ്യേ, അനേക കഷ്ടതകളുടെ മധ്യേ, രോഗത്തിന്റെ മധ്യേ ഒക്കെ കടന്നുപോയി. 2025 ഭയങ്കരമായിട്ട് ഒരു മെയ് മാസത്തില് പെട്ടെന്നൊരു കൊളുത്തു പോലെ ഉണ്ടായതാ. പക്ഷെ ഒരു 3 ആഴ്ച ഞാൻ ഇനി മരിച്ച മതിയെന്ന് ഞാൻ വിചാരിച്ചു. അത്രയും ഭാരപ്പെട്ട സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. 2025 ഡിസംബറിലെ ഒരു ദേവദാസനിൽ കൂടെ ഇങ്ങനെ ദൈവാത്മ ഇടപെട്ടു. ഈ 2025 3 പ്രാവശ്യം മരണദൂതൻ ഈ ഭവനത്തിൽ കയറി ഇറങ്ങിയെന്ന്. അന്നേരം ഞാൻ ഓർത്തു 3 അല്ല 30 പ്രാവശ്യം ഞാൻ മരണം അഭിമുഖീകരിച്ചാണ്. അത്രത്തോളം എനിക്കറിയില്ല എങ്ങനെ ഞാൻ സിക്കാകുന്നെന്ന് എനിക്കറിയില്ല. അതുപോലെ പെട്ടെന്ന് നിങ്ങൾ സിക്കാകും. മെഡിസിനൊക്കെ മേടിച്ചിട്ട് വരും. അത്രയും സ്ട്രഗിൾസിൽ കൂടെ 24-ലും 25-ലും ഒക്കെ അനുഭവിച്ചു. എന്നാലും സർവശക്തന്റെ കൃപ എന്നെ കാത്തു പരിപാലിച്ചു നിർത്തി ഇന്നയോളം നടത്തിയ ദൈവത്തിന്റെ അളവില്ലാത്ത കൃപയ്ക്കായി, സ്നേഹത്തിനായി ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. പിന്നെ 2023 ജനുവരി മാസത്തിൽ ഞാൻ വളരെ ഭാരപ്പെട്ട സമയം ദൈവാത്മാവിനോട് ഇങ്ങനെ ഇടപെട്ടു. കുടുംബത്തിൽ വളരെ ഒരു ചർച്ചാ വിഷയമായി. ഞാനും എന്റെ കുഞ്ഞുങ്ങളും 22 ഡിസംബറിൽ പപ്പ കടന്നുപോയി. അവിടെ വളരെ ചർച്ചാ വിഷയമായി. എന്റെ ഫാമിലിയിൽ ഒന്നുമില്ല ഇനി തരാൻ, ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഒന്നും തരാനില്ല. അപ്പോ എന്റെ മൂത്ത സിസ്റ്ററുടെ മൂത്ത മോള് ഞാനും വെറും 5 ഇയേഴ്സ് ഡിഫറൻസ് ഉള്ളു. അവരുടെ മക്കളെ ഞങ്ങൾ വളർത്തിയ പിള്ളേർ വളരെ ഒരു ചർച്ചാ വിഷയമായി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മുൻപോട്ട് പോകും. അന്നേരം ഞാൻ ദൈവസ്ഥാനത്തിൽ വളരെ കരഞ്ഞു. അപ്പൊ ഒരു ദൈവദാസിയിൽ കൂടെ ദൈവാത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു. ഒരാവശ്യം പറഞ്ഞ് സഹോദരങ്ങളുടെ അടുത്ത് പോയി നിൽക്കുവാനോ, ഒരില്ലായ്മ പറഞ്ഞ് സഹോദരങ്ങളുടെ മുൻപിൽ പോയി കൈനീട്ടുവാനോ ഞാൻ നിന്നെ വിടത്തില്ല. ദൈവശബ്ദം 2023 ജനുവരിയിൽ ദൈവം എനിക്ക് തന്നു. എന്റെ പ്രിയ ദേവദാസനോടും ദാസിയോടും എനിക്ക് സ്നേഹത്തോടെ പറയുവാനുള്ളത്, 3 വർഷവും ഈ 19-ാം തീയതി ആകുമ്പം 6 മാസമാകും, 1.5 വർഷമാകും. ഇന്ന് വരെ സഹോദരങ്ങളോട് പോയി കുഞ്ഞുങ്ങളുടെ ഫീസിന് വേണ്ടി ഒരാവശ്യം പറഞ്ഞു നിൽപ്പാൻ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ വിട്ടില്ല. എന്നെ മുഖാമുഖം കാണാതെ അനേക ദൈവമക്കൾ ഞങ്ങളെ വിളിക്കുവാനും സഹായിക്കുവാനും ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി. ഇന്നും എന്റെ സഹോദരങ്ങളെക്കാൾ ഉപരി എനിക്ക് മരുന്നുണ്ടോ, ഹോസ്പിറ്റലിൽ പോയോ, ഗുളിയൊക്കെ എടുക്കുന്നുണ്ടോ, എന്നോട് ഇന്നും ചോദിക്കുന്നത് ദേവദാസിമാരാ. എത്രയോ ദേവദാസന്മാരുടെ ഭാര്യമാർ എന്നെ വിളിക്കുകയും
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ആവശ്യങ്ങളെല്ലാം കൂട്ടായ്മ കാണിക്കുകയും ചെയ്തു. സർവശക്തന്റെ കൃപ ഇന്നുവരെയും അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. മോനെ ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. മോള് ഫൈനൽ ഇയർ പഠിക്കുന്നു, ലാസ്റ്റ് സെമസ്റ്റർ ആണ്. പിന്നെ സ്റ്റേറ്റില് അപ്പയുടെ ഫ്യൂണറൽ സമയത്ത് ഇന്നത്തെ കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന ദേവദാസൻ പാസ്റ്റർ വർഗീസ് ഫിലിപ്പ്, അദ്ദേഹം അന്ന് സെക്രട്ടറി ആയിരുന്നു സ്റ്റേറ്റിന്റെ. അദ്ദേഹം ആ ഫ്യൂണറൽ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, മോളുടെ അഡ്മിഷനായി 1 മാസം പോലും ആയിട്ടില്ല, മോളുടെ ഫീസിനുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഒരു ട്രസ്റ്റിലെ മെമ്പർ ആയിരുന്നു, IPCയിലെ തന്നെ ഒരു ദേവദാസൻ സ്റ്റേറ്റ്സിലുള്ള ഒരു ട്രസ്റ്റിന്റെ മെമ്പർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ കെയർ ഓഫിൽ മോളുടെ 4 വർഷത്തെ ഫീസും ഞാനത് പേ ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുത കൃപയാൽ ആ കാര്യം അദ്ദേഹത്തിലൂടെ നിവർത്തിച്ചു തന്നു. അതൊരു വലിയ ആശ്വാസമായി. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ട്രഗിൾസിൽ നിന്ന് മോചനം ദൈവം തന്നു. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം അത്ഭുതമായി നടത്തി. ഇന്നയോളം നടത്തി വന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. എല്ലാ മഹത്വം എൻ്റെ യേശുപ്പയ്ക്ക് മാത്രം. സർവശക്തന്റെ കൃപ ഇന്നുവരെയും തന്നു. അത്ഭുതമായി അപ്പ ഞങ്ങളെ വഴി നടത്തുന്നു. ഇടയ്ക്ക് ഇങ്ങനെ സൂം മീറ്റിങ്ങിനൊക്കെ ചില ദൈവമക്കൾ വിളിക്കുമ്പോൾ ടെസ്റ്റിമണിയും സൂമിലൊക്കെ ചെറിയ മെസ്സേജ് കൊടുക്കുവാൻ ദൈവം സഹായിക്കുന്നു. ചില സഭകളിലൊക്കെ പോയി മെസ്സേജ് കൊടുക്കുവാനും സാക്ഷ്യം പറയാനും ഒക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ കൃപയാൽ സ്വർഗത്തിലെ ദൈവനെ എൻ്റെ കുഞ്ഞുങ്ങളെ അത്ഭുതമായി നടത്തുന്നു. ദൈവം സഹായിക്കട്ടെ സിസ്റ്ററെ. വേദനിക്കുന്ന അനുഭവങ്ങൾ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ പെട്ടെന്ന് നമ്മൾ വിളിക്കാതെ വരുന്ന അതിഥികളെ പോലെ ചില സങ്കടകരമായ അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് കർത്താവിൽ ആശ്രയിക്കുക അല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണിത്. ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, വിശ്വാസികളായ പലരുടെയും വിയോഗം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങളുണ്ട്, എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ദൈവം ഓരോ വ്യക്തികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നൽകിയ ഒരു സമയവും ഒരു ആയുസ്സും ഒക്കെയുണ്ട്. ആ സമയത്ത്, കൃത്യസമയത്ത് ദൈവത്തിന് ഒരിക്കലും അബദ്ധം പറ്റുകയില്ല. മനുഷ്യന് അബദ്ധം പറ്റാം. കൃത്യസമയത്ത് ദൈവം അവരുടെ വേല തികച്ചവരെ ചേർക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഭൂമിയിൽ ശേഷിക്കുന്നവരുടെ മേലുള്ള കർത്താവിൻ്റെ കരുണയും കരുതലും കണ്ണുനീരൊഴുക്കിയവരോട്, കരഞ്ഞവരോടുകൂടെ കരഞ്ഞ കർത്താവ് നമ്മളോട് ചേർന്ന് നിൽക്കും. അവൻ ആശ്വസിപ്പിക്കും, അവൻ നമ്മെ വഴി നടത്തും. നല്ല പിതാവായി കർത്താവ് കൂടിയിരിക്കും. അത് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെയും സൃഷ്ടിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇനി നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ആ 3 പ്രാവശ്യമൊക്കെ സഭയുടെ ആ ഒരു ഷെഡ് കെട്ടിയതൊക്കെ പൊളിച്ചു കളഞ്ഞ അനുഭവമൊക്കെ പറഞ്ഞു. ഒരു സഭാരാധന സ്ഥലത്തിന് വേണ്ടിയുള്ള നമ്മുടെയൊക്കെ ആഗ്രഹം, ഞങ്ങളും ഇപ്പോൾ അതേ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറഞ്ഞാൽ. കാരണം ഞങ്ങൾ വളരെ വർഷങ്ങൾ പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടിയെന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ 1 മാസത്തിനകം ആ സ്ഥലം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയിലേക്ക് വരുവാനിടയായി തീർന്നു. അവിടെ ഞങ്ങൾ ഓൾറെഡി ചർച്ചിന് വേണ്ടിയുള്ള പണികളൊക്കെ ആരംഭിച്ചതാണ്. പക്ഷേ പെട്ടെന്നത് കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക്. ഇന്ന് രാവിലെ മുതൽ വലിയ വേദനയില്ല ഞങ്ങളും കഴിയുന്നത്. അപ്പോൾ സിസ്റ്റർ ആ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായി. ഞങ്ങളവിടെ ചെയ്ത ചില വർക്കിൻ്റെയൊക്കെ നഷ്ടങ്ങളുണ്ടായി. പക്ഷേ നിങ്ങൾ 3 പ്രാവശ്യം കെട്ടിയത് പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാം. പക്ഷേ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടും കൊതി കൊണ്ടും നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചാടിയിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിൽ പിശാച് എന്ത് ചെയ്യും? പിശാച് നമ്മളെ വളരെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. ഞങ്ങളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവ് കൂടെയുണ്ട്. എന്നെ ബലപ്പെടുത്തിയത്, ഇന്ന് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തിയത്, എൻ്റെ ജീവിതാനുഭവത്തിൽ ബലപ്പെടുത്തിയത് അപ്പോസ്തലനായ പൗലോസിനോട് പ്രവൃത്തി 27-ാം അധ്യായത്തിൽ പറഞ്ഞ വചനമാണ്. ഞാൻ കഴിഞ്ഞ സൺഡേയിലും അത് പ്രസംഗിച്ചു. ആ വചനം ഇങ്ങനെയാണ്: ഈ കപ്പൽ ഒരു തുരുത്തിൽ മുട്ടി വീഴേണ്ടി വരും എന്ന് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ മുൻപോട്ടുള്ള യാത്രയിൽ ഒരു അനർത്ഥമുണ്ട്, ഒരു തടസ്സമുണ്ടെന്ന് ദൈവം നേരത്തെ വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അനർത്ഥവും തടസ്സവും ഇതും
നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മളതിനെ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. നാം ധീരന്മാരായിട്ട് വീരന്മാരെ പോലെ ദൈവദാസന്മാർ, ദാസിമാർ, ഹീറോസ് ഓഫ് ഫെയ്ത്ത് എങ്ങനെയാണോ പ്രതികരിച്ചത് അതുപോലെ പ്രതികരിച്ച് ഓവർകം ചെയ്യണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, അപ്പാ നല്ലൊരവസരം കർത്താവ് പിന്നെയും ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുപ്പച്ച പ്രിയ ദേവദാസനും അവിടും ദാസിയോട് ഒരുമിച്ച് കർത്താവേ അടിയന്റെ സാക്ഷ്യം പങ്കിടുവാൻ സ്വർഗം തന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുപ്പച്ച അവരും മിനിസ്ട്രിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾസ് വലുതാണ് ദൈവമേ. അവിടുത്തെ രാജ്യത്തിന് വേണ്ടി കർത്താവെ വളരെയധികം കഷ്ടപ്പാടുകൾ, ഭാരങ്ങൾ, വേദനകൾ അനുഭവിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. അപ്പാ തളർന്നു പോകാൻ സമ്മതിക്കല്ലേ കർത്താവെ, അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. അവർക്ക് ദൈവമേ എത്രയും വേഗം കർത്താവെ അലയം കെട്ടുവാൻ, ഒരു സ്ഥലം ലഭിപ്പാൻ, അലയം കെട്ടുവാനും അനേക ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. യേശുപ്പച്ച സ്തോത്രം കർത്താവെ. അടിയന്റെ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് കർത്താവെ ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, അപ്പാ ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവെ അനേകരെ നേടുവാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ വേർപാട് ദുഃഖം ഉളവാക്കുന്നതാണപ്പാ. എങ്കിലും അവിടെ നിന്ന് നൽകുന്ന ആയുസ് കർത്താവെ, അവിടെ നിന്ന് വിളിക്കുമ്പോൾ പോയേ പറ്റത്തുള്ളൂ എന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യത്തോടുകൂടെ കർത്താവെ, ഞങ്ങളുടെ മുന്നിൽ പലപ്പോഴും എന്തുകൊണ്ടെന്നുള്ള ചോദ്യചിഹ്നം ഉയരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കുവാൻ അവകാശമില്ല. ഞങ്ങളത് ഉണർന്നുകൊണ്ട് ദൈവമേ, ദൈവം തരുന്ന ശിഷ്ടായുസ് അപ്പന്റെ കർത്താവ് വരവിനെ നോക്കി ഓടുവാനും കർത്താവെ അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങൾ അനേകരെ ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ അടിയന്റെ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രേക്ഷകരെയും ദൈവം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവകരങ്ങളിലേക്ക് അടിയനെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ. അടിയൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്തൃദാസനെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അപ്പാ. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റണമേ അപ്പാ. അങ്ങനെ അനേകരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മറന്ന്, വേദനകൾ മറന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാനും ജീവിപ്പാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് തന്ന നല്ല സമയത്തിനായി, നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം അടിയനെ ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം അവിടുത്തെ കൃപ കൂടെ ഇന്നനായി സ്തോത്രം, സ്തോത്രം. അവിടുത്തെ നാമത്തിൽ സകല വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ യാചന കേട്ട് ഉത്തരമരുളണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയാസിസ്റ്ററുടെ മേൽ, തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും, മടക്കട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഒരുപാട് ആശ്വരം, നന്ദി പറഞ്ഞു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സിസ്റ്ററെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.